മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ഇക്കണോമിക്സ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ല, പകരം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാതെ പോകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയാസ് നമ്മൾ കണ്ടെത്തില്ലേ? നമ്മൾ കൂടുതൽ അവിടെ സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഏരിയാസ് പഠിക്കും. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത ചില ഏരിയാസിൽ നിന്നായിരിക്കും. സോ ഈ ചാപ്റ്ററിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ചാപ്റ്റർ ആദ്യ പോർഷനൊക്കെ അടിപൊളിയായിട്ട് പഠിക്കും, ലാസ്റ്റ് പോർഷൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും അല്ലേ? പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ആ ഏരിയാസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ തവണ മാർക്ക് മിസ്സായി പോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം ട്രൂ അല്ലാത്തത്. ഓക്കെ, ശരി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയൽ പോളിസി 1956 കാണും. ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ നോക്കും സെക്കൻഡ് 5 ഇയർ പ്ലാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 തുടങ്ങി നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ടിക്കറ്റ് വെക്കും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ശരിയല്ലാത്തത്. അപ്പം ഡെഫിനറ്റ്ലി 3 സ്റ്റേറ്റ്മെന്റ് ശരിയായതായിരിക്കും, ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ തെറ്റായിട്ടുള്ളൂ. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് 1956 അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് 1956 പഠിച്ചത്? സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഇത് കൊണ്ടുവന്നതെന്ന് അറിയാം. കാരണം സെക്കൻഡ് 5 ഇയർ പ്ലാൻ വന്നത് എപ്പോഴാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ വന്നത്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ വന്നത് 1956 ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് മനസ്സിലാക്കാം, സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ബേസിസ് ഓഫ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണോ എന്നാണ്. ആണ്, കാരണം സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 IPR വന്നിരിക്കുന്നത് 1956 അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നൗ ക്ലാസിഫൈഡ് ഇൻഡസ്ട്രീസ് ഇൻടു 3 കാറ്റഗറീസ്. ഇൻഡസ്ട്രീസിനെ 3 കാറ്റഗറി ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഡെഫിനറ്റ്ലി 1956 ഇൻഡസ്ട്രിയൽ പോളിസി ആക്ടിൽ മെയിൻ ആയിട്ട് ചെയ്ത കാര്യം അതാണ്. ഇൻഡസ്ട്രീസിനെ 3 ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ഓൺ ബൈ ഗവൺമെന്റ്, പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്താണ്, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് അല്ലെ, ഗവൺമെന്റും പ്രൈവറ്റ് വ്യക്തികളും കൂടെ അവിടെ ഓണർഷിപ്പ് വരുന്നുണ്ട്. ആൻഡ് തേർഡ് കാറ്റഗറി ആരാണ്, റിമൈനിങ് പോർഷൻസ് പ്രൈവറ്റ് സെക്ടർ ആണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, പിന്നെ പ്രൈവറ്റ് സെക്ടർ മാത്രം ഓൺ ചെയ്ത്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. റൈറ്റ്, പിന്നെ എന്താണ് ചെയ്തത്, ഗവൺമെന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തല്ലേ. നമുക്കറിയാം, നമുക്ക് 1947 ഫ്രീഡം കിട്ടി, നമ്മളൊരു മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം ആണ് അവിടെ കൊണ്ടുവന്നത്. അവിടെ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത് ആരാണ്, ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റ് എങ്ങനെയാണ് ഇൻഡസ്ട്രീസിന് മേലുള്ള മേജർ ഡിസിഷൻസ് എടുത്തത്, അല്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ മേക്കർ ആയിട്ട് മാറിയത് എങ്ങനെയായിരുന്നു ലൈസൻസ് സിസ്റ്റം അല്ലെ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലൈസൻസ് സിസ്റ്റം കൊണ്ടുവന്നത്. ഏത് ഇൻഡസ്ട്രീസിന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, ലൈസൻസ് എടുക്കണം. സോ ലൈസൻസ് എടുക്കുന്ന ആരെടുത്തെല്ലാം, ഗവൺമെന്റ് എടുത്തെല്ലാം. സോ ഈ ലൈസൻസ് സിസ്റ്റത്തിലൂടെയാണ് എന്ത് ചെയ്ത്, ഇൻഡസ്ട്രിയൽ സെക്ടറിന് മേലുള്ള ഗവൺമെന്റ് കൺട്രോൾ വെച്ചത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ IPR 1956 കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് നമ്മൾ വീണ്ടും ചെല്ലുകയാണ്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബേസിസ് ഓഫ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണോ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം ക്ലാസിഫൈഡ് ഇൻഡസ്ട്രീസ് ഇൻടു 3 കാറ്റഗറീസ് ആണോ, ഡെഫിനറ്റ്ലി 3 അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊമോട്ടഡ് റീജിയണൽ ഇക്വാളിറ്റി, അതവിടെ ചോദിച്ചിരിക്കുന്നത് റീജിയണൽ ഇക്വാളിറ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ. എന്താണ് ചെയ്തത്, ഇൻഡസ്ട്രിയൽ പോളിസീസിലെ ലൈസൻസ് ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ എന്താണ്, ബാക്ക്വേർഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് പെട്ടെന്ന് ലൈസൻസ് കിട്ടിയിരുന്നു നമ്മൾ പഠിച്ചല്ലേ. ഇനി ആ പോയിന്റ് നിങ്ങൾ മറന്നുപോയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് അവിടെ വെക്കുക, നമുക്ക് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇത് 2 കാര്യം നമുക്കറിയാം. അടുത്ത ഓപ്ഷൻ നോക്കാം, അബോളിഷ്ഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേണ്ട എന്ന് വെച്ചു. അതെന്തായാലും ഇല്ല നമുക്കറിയില്ല, കാരണം ലൈസൻസിലൂടെയാണ് ഗവൺമെന്റ് ഈ പറയുന്ന കാര്യം കൺട്രോൾ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ അതെന്തായാലും തെറ്റാന്ന് നമുക്കറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോ ട്രൂ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്, അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ആൻസർ എഴുതാം, ഏതാണ് ഇതിന് ആൻസർ എഴുതാൻ, അബോളിഷ്ഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അല്ലെ. കാരണം ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വേണ്ട എന്നല്ല വെച്ചത്, ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേണം എന്നാണ് എന്ത് ചെയ്ത് IPR 1956 വന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്, ആൻസർ D ആണ് വരുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ,
The Industrial Policy Resolution of 1956 formed the basis of Second Five-Year Plan. It was a milestone in the history of the Indian industrial development. Point out important features of the policy. 1956 Industrial Policyയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധിയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ IPR 1956ലെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതണം, IPR 1956 വന്നു എന്ത് സെക്കൻഡ് 5-year പ്ലാൻ ബേസിലാണ്, അല്ലെ സെക്കൻഡ് 5-year പ്ലാനിന്റെ ടൈമിലാണ് IPR 1956 വന്നത്. ഈ എഴുതേണ്ട കാര്യം എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം. ഇൻഡസ്ട്രീസിനെ മൂന്നായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ഗവൺമെന്റ്, ഗവൺമെന്റ് ആണ് കംപ്ലീറ്റ് ഓണർഷിപ്പ് അവിടെ വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ ഏതാണ് വരുന്നത്, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഓൺ ചെയ്യുന്നു, അല്ലെ. ഫസ്റ്റ് കാറ്റഗറി ഗവൺമെന്റ് മാത്രം, സെക്കൻഡിൽ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ആൻഡ് റിമൈനിങ് തേർഡ് കാറ്റഗറിയിൽ ഏതാണ് വരുന്നത്, പ്രൈവറ്റ് സെക്ടർ മാത്രം ഓൺ ചെയ്യുന്നു. എന്താണ് തേർഡ് കാറ്റഗറി വരുന്നത്, പ്രൈവറ്റ് സെക്ടർ മാത്രം ഓൺ ചെയ്യുന്നത്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് 5-year പ്ലാനിന്റെ ബേസ് ആണ് വരുന്നത്. ആൻഡ് ദെൻ എന്താണ് വരുന്നത്, സെക്കൻഡ് 5-year പ്ലാനിലാണ് എന്ത് ചെയ്ത് IPR വന്നത്. ആൻഡ് ദെൻ 3ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം നമുക്ക് അവിടെ വീണ്ടും എഴുതാം. ഗവൺമെന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അല്ലെ. അവിടെ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഗവൺമെന്റ് ആണ്. ഈ പറയുന്ന ഇൻഡസ്ട്രീസിന്റെ സിസ്റ്റത്തെ, ഇൻഡസ്ട്രിയെ മുഴുവൻ എങ്ങനെയാണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്ത്, ഏത് സിസ്റ്റത്തിലൂടെയാണ്, ലൈസൻസ് സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, ഏത് സിസ്റ്റത്തിലൂടെയാണ്, ത്രോ എ ലൈസൻസ് സിസ്റ്റം. അപ്പൊ എന്തിനാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ പ്രൈവറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ പെർമിഷൻ കൊടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കാരണം റീജിയണൽ ഇക്വാളിറ്റി, അല്ലെ. അതായത് റൂറൽ ഏരിയാസിലേക്ക് എന്ത് ചെയ്യണം, ഇൻഡസ്ട്രീസ് വരണം. ഓക്കെ, അതായത് ആർക്ക് വേണമെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങാം എന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത്യാവശ്യം, അല്ലെ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ, എല്ലാ സൗകര്യവും കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ എന്ത് ചെയ്യും, അന്നത്തെ കാലത്തും എല്ലാ സൗകര്യവും ഉള്ള സ്ഥലത്ത് ഇൻഡസ്ട്രീസ് തുടങ്ങിയാൽ അവിടെ വീണ്ടും ഡെവലപ്മെന്റ് വരും. കുറേ അധികം ഏരിയാസ് എന്ത് ചെയ്യും, ഡെവലപ്മെന്റ് എത്താതെ എന്ത് ചെയ്യും, മാറി നിൽക്കപ്പെടേണ്ടി വരും. സോ അതുകൊണ്ട് റീജിയണൽ ഇക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, ലൈസൻസ് സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന ഇൻഡസ്ട്രീസിനെ കൺട്രോൾ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് IPR ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 പോയിന്റ്സ് അവിടെ എഴുതാം. ഓക്കെ, സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, Karve Committee gives suggestion to promote working of which of the following? Karve Committee. Okay, അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തതായിട്ട് നമ്മൾ പഠിച്ചു. എന്തിനാണ് കാർവേ കമ്മിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഹെവി ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം എന്നാണോ കാർവേ കമ്മിറ്റി പറഞ്ഞത്? സെക്കൻഡ് തിങ് ഇസ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. റൂറൽ ഏരിയാസിന് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണോ പറഞ്ഞത്? നെക്സ്റ്റ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്, ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് വേണം, അല്ലെ, അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇതാണോ കാർവേ കമ്മിറ്റി പറഞ്ഞത്? ഓർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്? ഏതാണ് കാർവേ കമ്മിറ്റി പറഞ്ഞത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ 1956 കാര്യം നോക്കുകയാണെങ്കിൽ എത്രയാണ്, 5 ലക്ഷം രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ അന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ടാക്സ് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്ത്? ഒന്നാമത്തെ, ഇത് ലേബർ ഇന്റൻസീവ് ആണ്, അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ കൂടുതലും തൊഴിലാളികൾ അവിടെ വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത്രയും ഫാമിലിയിലോട്ട് ഇൻകം കിട്ടും. അത്രയും ആളുകൾക്ക് ഇൻകം കിട്ടുമ്പോൾ അവിടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യും. ഇൻകം കിട്ടും, ഓട്ടോമാറ്റിക്കലി അവരുടെ സ്റ്റുഡൻസിന് അവർ എഡ്യൂക്കേഷൻ കൊടുക്കും, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവരെടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്ത് ഡെവലപ്മെന്റ് വരും, ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, സോ ലേബർ ഇന്റൻസീവ് ആയിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ മോർ ലേബർ ഇന്റൻസീവ്. അപ്പൊ അതുകൊണ്ടാണ് കാർവേ കമ്മിറ്റി പറഞ്ഞത് മാക്സിമം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ കാർവേ കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഇന്ത്യയിൽ മാക്സിമം കൊണ്ടുവരണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ കാർവേ കമ്മിറ്റി ആണെന്നുള്ളത്? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് വാസ് ദ ട്രേഡ് പോളിസി അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കൊണ്ടുവന്ന ട്രേഡ് പോളിസി എന്തായിരുന്നു? മിക്കവരും ആകെ ഏത് ചാപ്റ്റർ ചെയ്താണ്, സെക്കൻഡ് ചാപ്റ്റർ ആണോ, തേർഡ് ചാപ്റ്റർ ആണോ, ഇനി ഫസ്റ്റ് ചാപ്റ്റർ ആണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ ട്രേഡ് പോളിസി അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത ട്രേഡ് പോളിസി ഏതായിരുന്നു എന്നുള്ളതാണ്. ഏതാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത ട്രേഡ് പോളിസി? നമ്മൾ 1950 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഫോം ചെയ്ത സമയത്ത് നമ്മൾ
ആദ്യം എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. എന്ത് ചെയ്തില്ല, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് അധികം വ്യാപാര ബന്ധത്തിന് പോകില്ല. റൈറ്റ്. എന്ത് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ മറ്റു രാജ്യത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതായിരുന്നു നമ്മുടെ ട്രേഡ് പോളിസി എന്ന് പറയുന്നത് അല്ലേ. ട്രേഡിന്റെ കാര്യത്തിലും വേണ്ട കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ആശയമാണെന്ന് മുന്നോട്ട് വെച്ച്. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ട് ചെയ്യില്ല, പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. സോ ദ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി ഓർ ദി സ്ട്രാറ്റജി ഈസ് കോൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് അറിയപ്പെടുന്നത്? ഇമ്പോർട്ട് ചെയ്യില്ല, ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. കാരണം ഇമ്പോർട്ട് ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇൻവേർഡ് ലുക്കിംഗ്. കാരണം നമ്മുടെ രാജ്യത്തെ അവസ്ഥ അതായിരുന്നു. കാരണം വേറെ രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ ഒന്ന് ബിസിനസ് ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം 1947 ഫ്രീഡം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ അത്രമേൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു വേറെ രാജ്യത്തു നിന്ന് ഇവിടെ ഒന്ന് ബിസിനസ് ചെയ്യുന്നില്ല, പകരം വേണ്ട കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെന്റ് പതിയെ കൊണ്ടുവരാം. സോ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഇന്ത്യയിലെ ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി നടപ്പിലാക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തത്. ഒന്ന് ടാരിഫ്, 2 ക്വാട്ട. ടാരിഫ് എന്ന് വെച്ചാൽ എന്താ? ടാക്സ്. അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താൽ അതിന് ടാക്സ് റേറ്റ് കൂട്ടി വെച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ആളുകൾ ഇമ്പോർട്ട് ചെയ്യില്ല, വേണ്ട കാര്യങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. സോ എന്താണ് ചെയ്തത്? ദേ മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് മോർ എക്സ്പെൻസീവ്. കാരണം ടാരിഫ് റേറ്റ് എന്ത് ചെയ്തു, കൂട്ടി വെച്ചു. ഇമ്പോർട്ടഡ് ഗുഡ്സിന് ടാരിഫ് റേറ്റ് വെച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യേണ്ട, ഇറക്കുമതി ചെയ്യേണ്ട, പകരം വേണ്ടത് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നൊരാശയം വരും. ഓക്കെ. രണ്ടാമത്തെ കാര്യം ക്വാട്ടാസ്. എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്തു, ലിമിറ്റ് ചെയ്ത് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് കൂടുതൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ബിസിനസ് ചെയ്യണമല്ലോ, മറ്റു ആവശ്യങ്ങൾക്കോ സാധനങ്ങൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇന്ത്യയെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഓക്കെ. അപ്പോൾ ടാരിഫ് ആൻഡ് ക്വാട്ട, ഓക്കെ, രണ്ടും എപ്പോഴും അടുത്തെടുത്ത് അല്ലെങ്കിൽ ടാരിഫിനൊപ്പം തന്നെ എപ്പോഴും നമ്മൾ വരുന്ന ഒരു ടേമാണ് ക്വാട്ട. അപ്പം ടാരിഫ് എന്ന് വെച്ചാൽ ടാക്സ് റേറ്റ് കൂട്ടി വെച്ചു, ക്വാട്ട എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്ത് വെച്ചു. ഈ 2 രീതിയിലാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താ ഇന്ത്യയിൽ കൊണ്ടുവന്ന ട്രേഡ് പോളിസി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അഡോപ്റ്റ് ചെയ്ത ട്രേഡ് പോളിസി എന്താ? ഇൻവേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്ത് പറയാ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കിയത് 2 രീതിയിലാണ്. ഒന്ന് ടാരിഫ്, രണ്ടാമത്തെ ക്വാട്ട. ഓക്കെ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 100% തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന് ആൻസേഴ്സ് ഇത് ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ കൺഫ്യൂഷൻ അടുപ്പിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചോദ്യത്തിന് ആൻസർ കൃത്യമായി പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ. യെസ്. അങ്ങനെയെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.